നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച ഒരു ഫീച്ചറാണ്. ഏതാണ് ഫീച്ചർ എന്ന് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് എടുത്ത് സെറ്റിങ്സിനകത്ത് നമുക്കിവിടെ അക്കൗണ്ട് ഭാഗത്ത് വന്നാൽ ഇവിടെ നമുക്ക് ചേഞ്ച് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൊബൈൽ നമ്പർ മാറ്റാറുണ്ട്. പലപ്പോഴും എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ നമ്പർ വാലിഡിറ്റി കഴിഞ്ഞ് കട്ടാവുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റി മറ്റൊരു വാട്സപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാ വ്യക്തികളെയും മെസ്സേജ് അയച്ച് അറിയിക്കാറുണ്ട്. എന്നാൽ നമുക്ക് നേരത്തെ ചെറിയ രീതിയിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുമായിരുന്നെങ്കിലും പല ആൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഈ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഏതാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും സാധിക്കില്ല. എന്നാൽ ഇനി മുതൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ നമ്പർ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും, അതായത് നിങ്ങൾ വാട്സപ്പിൽ പഴയ വാട്സപ്പുമായി ചാറ്റ് ചെയ്യുന്ന ആർക്കും ഒരു വലിയ നോട്ടിഫിക്കേഷൻ കാണും. കൃത്യമായിട്ട് അവർ നമ്പർ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്ത് അവർക്ക് പുതിയ നമ്പറിലേക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് നീ കാണിച്ചു തരാം. അപ്പോൾ ആ നമ്പർ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മുടെ ആദ്യത്തെ നിലവിൽ ഉപയോഗിക്കുന്ന നമ്പർ ഏതാണെങ്കിൽ അത് മുകളിൽ ടൈപ്പ് ചെയ്യുക. പുതിയ മൊബൈൽ നമ്പർ ഏതാണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് കിട്ടുന്ന ആൾക്ക് അല്ലെങ്കിൽ മെസ്സേജ് വാട്സപ്പ് പഴയ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണത് കാണാൻ നീ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അയാളുടെ മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട്. മുകളിൽ കാണിക്കുന്ന നമ്പറിൽ നിന്ന് അയാൾ പുതിയൊരു നമ്പറിലേക്ക് അയാളുടെ വാട്സപ്പും അയാളുടെ കോൺടാക്റ്റും ഒക്കെ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മുകളിലായിട്ട് വലിയൊരു സ്ക്രീനിൽ തന്നെ കാണും. നേരത്തെ അങ്ങനെ പെട്ടെന്ന് കാണുമായിരുന്നില്ല. നമുക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ഏറ്റവും മുകളിൽ ഇതുപോലൊരു പോപ്പപ്പ് കാണും. ജസ്റ്റ് ആ ഒരു പോപ്പപ്പ് മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നിങ്ങൾക്ക് ആ നമ്പർ, അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ നമ്പർ ആഡ് ടു കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്ത് ആ നമ്പർ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി താഴെ കാണുന്ന ഭാഗത്ത് ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ, മൂന്നാമത്തതും മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്. ഈ മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നേരെ അയാളുടെ പുതിയ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. സാധാരണ നമുക്കൊരു മൊബൈൽ നമ്പർ മാറ്റിയാൽ എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക എന്ന് നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ വാട്സപ്പ് തന്നെ പുതിയ ഫീച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.